നമസ്കാരം. കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുന്നു എന്നത് ദേശീയ തലത്തിൽ ഒരു വാർത്തയേ അല്ല. നിരവധി നേതാക്കളും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുയായികളും ഒക്കെ ഇതിനോടകം തന്നെ ബി.ജെ.പിയിൽ ചേർന്ന് കഴിഞ്ഞു. കേരളത്തിലും ഇത്തരത്തിൽ നിരവധി പേർ ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമാകുന്നുണ്ട്. പത്മജ വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം മറ്റു പാർട്ടിയിൽ നിന്ന് ആരൊക്കെ ബി.ജെ.പിയിലേക്ക് പോയാലും തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെയും വിലക്കെടുക്കാൻ ബി.ജെ.പിക്ക് കഴിയില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു CPIM പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അതിനിടെ ആയിരുന്നു ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നത്. എന്നാൽ അതൊന്നുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, അതായത് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് EP ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തി എന്ന വെളിപ്പെടുത്തൽ CPIM കേന്ദ്രങ്ങളെ ചെറുതായല്ല ഞെട്ടിച്ചത്. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് EP ജയരാജൻ തന്നെ സ്ഥിരീകരിച്ചതോടെ CPIM ശരിക്കും പ്രതിരോധത്തിലായി. സാധാരണ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾക്കാണ് പ്രാധാന്യം വരാറ്. എന്നാൽ ഇപ്പോഴും EP പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതേ തുടർന്നുള്ള പ്രതികരണങ്ങളുമാണ് പ്രധാന വാർത്ത. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അല്ല, ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരും? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ. ബുദ്ധിയുള്ളവർ ആരെങ്കിലും ബി.ജെ.പിയിൽ ചേരുമോ എന്ന് EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. തന്റെ മുന്നിൽ ആരും അതൃപ്തി കാണിച്ചിട്ടില്ല. അന്വേഷിക്കേണ്ടത് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം. ബി.ജെ.പിയിൽ ചേരാനിരുന്നതിന്റെ തലേ ദിവസമാണ് EP ജയരാജൻ പിന്മാറിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ. ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി. ദല്ലാൽ നന്ദകുമാറിന്റെ വെണ്ണലിയിലെ വസതിയിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ചയെന്നും ശോഭ. EP ജയരാജൻ വിവാദത്തിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ചർച്ചയാകും. യോഗത്തിൽ ജയരാജൻ പങ്കെടുക്കും. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കൺവീനർ സ്ഥാനം സംബന്ധിച്ച് കാത്തിരുന്ന് കാണാമെന്ന് ജയരാജൻ. आपने जो है राजस्थान में एक रैली में एक कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया. आपने ये तक कहा कि इनका एक स्कीम है जिससे डिस्ट्रीब्यूट करना चाहते हैं. ये कहना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं. क्या ये थ्रेट इतना रियल है? क्या आपको ऐसा दिखता है? कांग्रेस का जहाँ तक मैनिफेस्टो है, कोई मुझे बताए क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करें. मैं इंतजार कर रहा था कि मीडिया करे. ഭരണ നേട്ടങ്ങളും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ച് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രതിശീർഷ GDP 42% ഉയർന്നു. കോൺഗ്രസുകാർ സംസാരിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെ കുറിച്ചെന്നും പ്രധാനമന്ത്രി. കോൺഗ്രസ് മതാടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരുവപ്പെടുത്താൻ ശ്രമിച്ചതായി പ്രധാനമന്ത്രി. കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് OBC പദവി നൽകിയത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം SC/ST സംവരണത്തെ അട്ടിമറിക്കുന്നതെന്നും പ്രധാനമന്ത്രി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ MM വർഗീസ് ഇന്ന് വീണ്ടും EDക്ക് മുന്നിലേക്ക്. വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം.
സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യ വിവാദത്തിൽ വിശദീകരണവുമായി മാനേജ്മെന്റ്. മുൻകാലങ്ങളിൽ UDFന്റെ പരസ്യവും നൽകാറുണ്ട്. ശത്രുവിന്റെ ചതിക്കുഴിയിൽ സമസ്ത ലീഗ് പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കണമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം. പാലക്കാട് കൊടും ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് പുതുക്കുറിച്ചി സ്വദേശി ജോൺ. 5 പേർ നീന്തി രക്ഷപ്പെട്ടു. വാർത്താരംഭം തുടങ്ങുന്നത് EP ജയരാജനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെയാണ്. ബുദ്ധിയുള്ളവർ ആരെങ്കിലും BJPയിൽ ചേരുമോ എന്ന് EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് EP ജയരാജൻ പറയുകയാണ്. തൻ്റെ മുന്നിൽ ആരും അതൃപ്തി കാണിച്ചിട്ടില്ല. തനിക്ക് എതിരായി ഈ ആരോപണങ്ങളൊന്നുമല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധമാണ് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നുകൂടിയാണ് EP ജയരാജൻ ഇന്ന് പറഞ്ഞത്. കൺവീനർ സ്ഥാനത്ത് മാറ്റും, രാജിവെക്കും എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കും. അങ്ങനെ EP ജയരാജൻ രാജിവെച്ച് പോകാൻ പറ്റില്ല. കുറച്ച് കാത്തിരിക്കും. ഇതിലെ CPI പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ. CPM ഇക്കാര്യത്തിൽ തിരുത്തും, EPക്ക് ഒരു ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നത് വിനോയ് വിശ്വം. ഏത് പ്രശ്നത്തെക്കുറിച്ചും ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശമുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ? ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ അകത്ത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യ തവണ BJPയിലേക്ക് പോകാതിരുന്നതിന്റെ തലേ ദിവസമാണ്. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് എന്ത് കാര്യത്തിന്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയുക, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJPയിൽ ചേരുമെന്ന സ്ഥിതി വന്നു. ഞാൻ BJP ചേരാൻ കോള് വന്നപ്പോ മാറി. അല്ല, ഞാൻ BJP ചേരാൻ. ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരും? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ. ഈ ശോഭാ സുരേന്ദ്രൻ റൈറ്റ്. അതേസമയം BJPയിൽ ചേരാൻ 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം തള്ളിക്കളയുകയാണ് EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുകയോ നേരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയാണ് എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ആവർത്തിച്ചു. കൂടുതൽ ജാഗ്രത വേണം എന്നാണ് സംഭവം നൽകുന്ന പാഠം. പ്രകാശ് ജാവദേക്കറുമായി നടത്തിയത് സ്വകാര്യ കൂടിക്കാഴ്ചയാണ്. എന്താണ് ഇത്തരം കൂടിക്കാഴ്ചയിൽ തെറ്റ് എന്ന് ചോദിച്ച EP തന്നെ കാണാൻ പലരും വരുമെന്നും അക്കാര്യം പാർട്ടിയെ അറിയിക്കേണ്ടതില്ല എന്നും ഞങ്ങളുടെ പ്രതിനിധി VV അരുണിനോട് പറഞ്ഞു. EP ജയരാജൻ വലിയ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ വരുന്ന ഘട്ടമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഒരു തവണ പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് EP ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് ഒരു ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാൻ പഠിക്കാത്തൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായി നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് പറയും. ഞാനിപ്പോൾ ഡൽഹി പോയൊരു കാലത്രേ, ഞാൻ ആകെ 2 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ പോയത് ആകെ ഒരു പ്രാവശ്യമാണ് നമ്മുടെ സമരത്തിന്റെ കാര്യത്തിൽ. എന്ത് ഡൽഹിയിൽ ഏത് ഹോട്ടലിലാണ് പോയി? ഞാൻ പോയാൽ അവിടെ താമസിക്കുന്ന കേരള ഹൗസിൽ മാത്രമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മനസ്സിലാകുന്നില്ലേ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങൾ. അതുകൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്? എന്തും വിളിച്ചു പറയുന്നത് കൊടുക്കുന്നൊരു രംഗം മാറാൻ പാടുണ്ടോ മാധ്യമരംഗം? തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ആരോപണവും ആ 2 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ഗൂഢാലോചന ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, അതിലൊരു ഒരു പ്ലാനിംഗ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ഒരാൾ BJP പോകാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയുക? പിന്നെ ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ എടുക്കുക, ഞാൻ പോകാനോ?
എന്ത് കണക്കാക്കിയിട്ടാ പറയുന്നത്? അതിന് ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു വിമതപക്ഷത്തേക്ക് നേതാവ് കൂടിയാണ്. കഴിഞ്ഞ നേരത്തെയൊക്കെ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് BJP തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഞാൻ കാണാൻ പോകുന്നൊരു നേതാവ് പരിഹാസം എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് എന്താ പറ്റിയത്? ഈ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് CPM-ലേക്ക് വരും, അവിടെ BJPയിൽ അവർക്ക് വലിയ അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇടപെടൽ EP നടക്കും? കാരണം ഇത്ര പല ഓപ്പറേഷനിൽ EP ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്തരം ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ഈ സ്ത്രീയെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലേ ഇടപെടാറില്ല. ശരിയായ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പോവുക എന്നുള്ളതല്ലാതെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം എനിക്കില്ല, ഇടപെടാറുമില്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങ്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്ന് അങ്ങയുടെ ഫ്ളാറ്റിലേക്ക് ഇത്ര ഒരാൾ വരുമ്പോൾ, അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക്, അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു? അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ട എന്താ വിഷയമുള്ളത്? ഒരാൾ വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ BJPയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടുന്ന വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മറ്റാരോടും പറയേണ്ട കാര്യം എന്താ? ഞാനത് പലരും കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണാൻ വന്നു, പരിചയപ്പെട്ടു, പോയി, അത്ര തന്നെ, അത് തീർന്നു. പിന്നെ വേറെന്താ ഉണ്ടായത്? ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം? അല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള നിയമപരമായ കാര്യങ്ങളും പിന്നെ ഇത് സംബന്ധിച്ച പരാതികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അന്വേഷണം ആവശ്യപ്പെടും സർക്കാരിനോടും? തീർച്ചയായും. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞ് പിന്നെ പറയില്ലേ. ഞാനുമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഞാനുമായി സംസാരിച്ചിരിക്കുന്നു, 3 വട്ടം സംസാരിച്ചിരിക്കുന്നു ഞാനെന്ത് ഡൽഹിയിലെ ഹോട്ടലിൽ പോന്നു? എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാധ്യമക്കാർ പരിശോധിച്ചോ? ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ 2-3 ആളെ ചുമതലപ്പെടുത്തി ആ സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ സ്ത്രീയെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനൊന്നും ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കും. മകന്റെ പേരുമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു കല്യാണത്തിന് എൻ്റെ മകൻ പോയി. അപ്പോൾ അവനവിടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് പരിചയമൊന്നുമില്ല, ഈ സ്ത്രീ വന്നിട്ട് ജയരാജന്റെ മകനാണല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ 2-3 വർത്താനെന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ തരുമെന്ന് നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ഇവനോട് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ഇവൻ വിളിച്ചിട്ടില്ല. പിന്നെ ഈ സ്ത്രീയുടെ കുറേ പടം ഇങ്ങോട്ട് അയക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവന് തോന്നി ആ സ്ത്രീ ശരിയില്ല. പിന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഓൻ വിളിക്കാറുമില്ല, ഓനെ വിളിക്കാറില്ല. അല്ല, ഓൻ അങ്ങോട്ട് ഒരു കോള് പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ കുടുംബത്തോടെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തോന്നുന്നു. അതെ, ഇതെല്ലാം എന്താ വെച്ചാൽ എന്തോ ഒരു താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു BJP നേതാവാണ് ഇത്തരൊരു കാര്യത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാള് ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലേ? ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഇത് മുഴുവൻ നെറ്റിലില്ലേ? ആരാണ് കമ്പനിയുടെ ആള്, ആരാണ് ഇതിന്റെ ഉടമകൾ, എല്ലാം മനസ്സിലാവില്ലേ? അവിടെ ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ ഉപദേശ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി അത് റൺ ചെയ്തു പോകുന്നു. അവർ ചികിത്സാ രംഗത്ത് സംവിധാനം ആരംഭിക്കുന്നു. അവർ 2-3 കമ്പനിയുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കിയെങ്കിൽ അതിലൊന്നും അവർക്ക് പിന്നെ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള നിരാമയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അവരുമായിട്ട് ഇവർ 2 കൊല്ലം മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല അത്, അവർ 2-3 കൊല്ലം മുമ്പാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം തന്നെയാണ് ചർച്ച ചെയ്ത് അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ ചികിത്സ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിലെന്ത് രാജീവ് ചന്ദ്രശേഖരൻ ആ കമ്പനിയിൽ അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞപ്പോൾ പലരോട് ചോദിച്ചു, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? പക്ഷെ എന്തും പറയുക, പ്രചരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലമൊരുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ക്ലബ് ചെയ്ത അടിസ്ഥാനരഹിതമായി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ ശ്രദ്ധിച്ചാൽ ഇത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും.
നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഫ്രോഡ് വാർത്തകൾ കൊടുക്കില്ല എന്ന് വന്നാൽ ഇവരാർക്കും ഇങ്ങോട്ട് രംഗത്ത് വരാൻ കഴിയില്ല. എത്ര വിവാദങ്ങളായി EP ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഒരു ജാഗ്രത കുറവുണ്ടായിട്ട് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതിലെന്തെങ്കിലും കുറച്ചുകൂടി ഒരു ജാഗ്രത വേണ്ട ഇനിയെങ്കിലും? ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും നല്ല റിസർവ്ഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്ന് എന്നെ മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ആർക്കും സാധിക്കില്ല. അതിലെല്ലാം ഞാൻ ജാഗ്രതപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചില എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനിയും ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാം. ചിലടത്തൊരു നോ പറയാനൊരു മടിയുണ്ട്. എന്ത് പറഞ്ഞത് എനിക്കെന്താ നോ പറയുന്നതിന് എനിക്കെന്താ മടി? എനിക്കതിൽ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഭയപ്പെടേണ്ട പ്രശ്നം അതുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രതിനിധി VV അരുണുമായാണ് വിശദമായി സംസാരിച്ചത്. അതേസമയം BJPയിൽ ചേരാനിരുന്നതിന്റെ തലേ ദിവസമാണ് EP ജയരാജൻ പിന്മാറിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വസതിയിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ഫോൺ കോൾ വന്നതോടെ EP ടെൻഷനിൽ ആയി. പിന്നീട് തൃശ്ശൂരിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നു. ഇത്തരം വാദപ്രതിവാദങ്ങൾക്കിടെ ആണ് ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞ ജയരാജനെതിരെ CPIMൽ പ്രതിഷേധം ശക്തമാണ്. EPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും CPIMൽ ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുണിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ EP ജയരാജൻ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് നൽകുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ശോഭയുടെ ആരോപണങ്ങളുമായി ചേർന്ന് നിൽക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ദല്ലാൽ നന്ദകുമാറിൻ്റെ വെണ്ണലയിലെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നതൊക്കെയാണ്. ഈ പാർട്ടിക്ക് EPയുടെ പ്രതികരണങ്ങളിൽ തൃപ്തിയുണ്ടാകുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശകലനമാണല്ലോ അജണ്ട. എങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ട ചർച്ചയായി വരില്ലേ? EPയുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അഭിലാഷ്, ശോഭാ സുരേന്ദ്രന്റെ എല്ലാ ആരോപണങ്ങളെയും EP ജയരാജൻ തള്ളിക്കളയുന്നു. അത്തരത്തിൽ BJPയിൽ പോകേണ്ട ആളല്ല, താൻ പോകുന്ന ആളുമല്ല. അതുമാത്രമല്ല, ശോഭാ സുരേന്ദ്രനെയാണോ താൻ അങ്ങനെ വന്നാൽ കാണേണ്ടത് എന്നൊരു പരിഹാസം കൂടി EP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ CPMന് EP BJPയിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ BJPയിലേക്ക് പോകാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നോ ഉള്ള ഒരു വിലയിരുത്തലുമില്ല. അതിന് പകരം CPMന് EP ജയരാജൻ അതൃപ്തിയുള്ള 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇത്തരത്തിൽ BJPയുടെ പ്രഭാരി തന്നെ വന്നു കണ്ടിട്ട് എന്തുകൊണ്ട് EP ജയരാജൻ പാർട്ടിയെ അറിയിച്ചില്ല? പാർട്ടിയെ അറിയിച്ചില്ല. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അതിലാണ് CPMന് അക്ഷരാർത്ഥത്തിൽ അതൃപ്തിയുള്ളത്. അതൊരു പ്രധാന വിഷയമാണ്. EP മറുപടി പറയേണ്ടി വരുന്നതും അതിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട EP മറുപടി പറയേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഈ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആദ്യമൊക്കെ സാധാരണഗതിയിൽ BJP നേതൃത്വവും ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ദല്ലാൽ എന്ന് വിളിക്കപ്പെടുന്ന നന്ദകുമാറും നടത്തിയ ആരോപണമായി മാത്രമേ CPMും എടുത്തുള്ളൂ. പക്ഷേ അത് EP അതിന് മറുപടി പറഞ്ഞത്, അത് ഏറ്റുപറഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അവിടെയാണ് CPM ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാനായി EP ജയരാജൻ AK സെന്ററിലേക്ക് വരുന്ന ദൃശ്യമാണ് ഉള്ളത്. അദ്ദേഹം AKG ഫ്ളാറ്റിലാണ് രാവിലെ കണ്ണൂരിൽ എത്തി. അവിടെയാണ് ഇതിനെതിരെയുള്ള സെക്രട്ടറി അംഗങ്ങളുള്ള ഫ്ളാറ്റിലാണ് താമസിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ AKG സെന്ററിലേക്ക് ഈ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അദ്ദേഹം എത്തില്ല തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ EP ജയരാജൻ വളരെ സന്തോഷവാനായാണ് ഈ ഒരു യോഗത്തിലേക്ക് കയറിപ്പോകുന്നത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി യോഗത്തിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. EP ജയരാജൻ പങ്കെടുക്കില്ല എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ AKG സെന്ററിനുള്ളിലേക്ക് പോകുകയാണ്. അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ അത് മറ്റൊരു പല വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പൂർണ്ണമായും പാർട്ടിക്ക് വഴങ്ങിക്കൊണ്ട് ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മാത്രമല്ല വലിയ സംശയ നിഴലിലാണ് അദ്ദേഹം. ആ സംശയങ്ങൾക്ക് കൂടി മറുപടി പറയാനാണ് AK സെന്ററിലേക്ക് EP ജയരാജൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാകും സെക്രട്ടറി യോഗത്തിലും സ്വീകരിക്കുക. ഒരിക്കലും രാഷ്ട്രീയമായ ഒരു കൂടിക്കാഴ്ച ആയിരുന്നില്ല പ്രകാശ് ജാവ്ദേക്കറുമായി തന്റെ ഫ്ളാറ്റിൽ നടന്നത്. തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു. ആ സ്വകാര്യ സന്ദർശനത്തിന് കാര്യം എന്തിന് പാർട്ടി മുഖ്യമന്ത്രി അറിയിക്കണമെന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത്തരത്തിൽ BJP നേതാക്കൾ മറ്റു
പാർട്ടികളിലെ ആളുകളെ ക്ഷണിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ വിഷയം സംസാരിക്കാനോട് വന്നതെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾ പാർട്ടി അറിയിക്കാമായിരുന്നു. ഇതൊരു തികച്ചും സ്വകാര്യ സന്ദർശനം, അതുകൊണ്ട് മാത്രമാണ് പാർട്ടി അറിയിക്കാത്തതെന്ന ഒരു വാദമാകും ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് ചർച്ച നടക്കുമ്പോൾ പാർട്ടിയെ അറിയിക്കുക. അത് എത്രത്തോളം CPM സ്വീകരിക്കുമെന്ന കാര്യം കണ്ടറിയണം. കാരണം ഇത്തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടറുമായുള്ള നന്ദകുമാറിനെ പോലുള്ള ദല്ലാൾമാരുമായുള്ള സൗഹൃദം തന്നെ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അത്തരം സൗഹൃദങ്ങളുടെ കാര്യത്തിൽ ഇ.പി. ജയരാജന് നേരത്തെയും ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇ.പി. ജയരാജൻ അംഗീകരിക്കുന്നു, തനിക്ക് ജാഗ്രതക്കുറവുണ്ടായി കുറെ കൂടി ശ്രദ്ധ വേണമെന്ന പാഠമാണ് ഇതിലൂടെ പഠിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലും ആവർത്തിക്കും. തനിക്ക് ജാഗ്രതക്കുറവുണ്ടായി, അവിടെ അത് ഏറ്റുപറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും എന്തിനെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ഏറ്റുപറച്ചിലേക്ക് അദ്ദേഹം പോയി? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന വിവരം അതൊരു അഭ്യൂഹമായും ആരോപണമായും മാത്രം ഒരുപക്ഷെ നിന്നേനെ. അതിനൊരു അത് അദ്ദേഹം ഓൺ ചെയ്യാൻ പോയി എന്ന കാര്യത്തിൽ കൂടി ഇ.പി. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ മറുപടി പറയേണ്ടി വരും. അത് രണ്ട് കാര്യങ്ങളിലാണ് ഇ.പിക്കെതിരെ സ്വാഭാവികമായും ചർച്ചകൾ നടക്കുക. മുഖ്യമന്ത്രി ഇ.പിക്ക് വലിയ ജാഗ്രതക്കുറവുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞു. CPMന്റെ മറ്റ് നേതാക്കളും ഇ.പിയെ പരോക്ഷമായും മൃദുവായും അതുപോലെ തന്നെ കുറച്ച് കടുപ്പിച്ചുമൊക്കെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നവരും ഉണ്ട്. അത്തരം കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഇ.പിക്ക് പറയാനുള്ള കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം കേൾക്കും. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കണമെങ്കിൽ പോലും അത് ഇവിടെ തീരുമാനിക്കപ്പെടാൻ കഴിയില്ല. സെക്രട്ടറി ശുപാർശ സംസ്ഥാന സമിതിയിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും ഇ.പിയുടെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ പോകേണ്ടതുണ്ട്. ഏതായാലും അത്തരം കടുത്ത നടപടിയിലേക്ക് CPM പോകുമോ? ഇ.പി. ജയരാജനെ പോലെ ഒരു പ്രധാന നേതാവിനെ എതിരെ മുന്നണി കൺവീനർക്കെതിരെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും മുന്നണി മറ്റു ഘടകകക്ഷികൾക്കടക്കം CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കടക്കം ഇ.പിയുടെ ഈ തുറന്നു പറച്ചിൽ അതൃപ്തിയുണ്ടെന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു താക്കീതിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നും അറിയാൻ കഴിയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അവലോകന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് ഇ.പി. ജയരാജന്റെയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷമുള്ള അവലോകനങ്ങളും മറ്റുമൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എങ്കിൽ പോലും ഇന്നത്തെ വാർത്താ ദിനം പ്രധാനമായും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു, ഇ.പി. ജയരാജന് LDF കൺവീനറായി തുടരാൻ സാധിക്കുമോ, ജയരാജന്റെ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ ദിനത്തെ ഏറ്റവും പ്രധാനമാക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. Join India's ഭരണ നേട്ടങ്ങളും രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിനും UPA സർക്കാരിനും കടുത്ത വിമർശനമാണ് മോദി അഭിമുഖത്തിൽ ഉയർത്തിയത്. UPA ഭരണകാലത്ത് ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ കണ്ണിൽ ദരിദ്ര രാജ്യമായി മാറിയ കാഴ്ചയാണ് കണ്ടത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന 1998 ഇന്ത്യയുടെ പ്രതിശീർഷ GDP പിയർ ഗ്രൂപ്പിലെ മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 30% ആയിരുന്നു. ഇത് വാജ്പേയി ഭരണകാലത്ത് 35% ഉയർന്നു. എന്നാൽ പിന്നീടെത്തിയ UPA സർക്കാരിൻ്റെ കാലത്ത് ഈ കണക്ക് 30%ത്തിലേക്ക് താഴ്ന്നു. പിന്നീട് താൻ അധികാരത്തിലെത്തിയ ശേഷം കഠിന പ്രയത്നത്തിലൂടെ ഇപ്പോൾ അത് 42% ഉയർന്നതായി മോദി പറഞ്ഞു. UPA ഭരണകാലത്ത് പല രാജ്യങ്ങളും വികസനത്തിൽ ഇന്ത്യയെ കടത്തി വെട്ടി മുന്നേറി. ഇക്കുറി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിൻ്റെ താൽപ്പര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. സത്യം പറയേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായതിനാലാണ് ഇക്കാര്യങ്ങൾ തുറന്നടിക്കുന്നത് എന്നും മോദി നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ രാഹുൽ ജോഷി, ന്യൂസ് 18 കന്നഡ എഡിറ്റർ ഹരിപ്രസാദ, ന്യൂസ് 18 ലോക്മത് ആങ്കർ വിലാസ് ബാഡെ എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. आपने जो है राजस्थान में एक रैली में एक कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया. आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं. क्या ये थ्रेट इतना रियल है? क्या आपको ऐसा दिखता है? कांग्रेस का जहाँ तक मैनिफेस्टो है, कोई मुझे बताए क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करें. मैं इंतजार कर रहा था कि मीडिया करे
पहले दिन मैंने एक कमेंट तो कर दिया था, जी मैं कोई आज कर नहीं रहा, जी कि भाई मुझे मैनिफेस्टो देख करके लगता है कि इस पर पूरी तरह मुस्लिम लीग की छाप है। तो मुझे लगा कि मीडिया चौंक जाएगा, जो एनालिसिस करने वाले चौंक जाएंगे, लेकिन पता नहीं अब उनकी व्यस्तता कुछ और है। मैनिफेस्टो में उनकी तरफ से जो परोसा गया उतना ही गुड़ी गुड़ी उछालते रहे। फिर मुझे लगता भी ये तो इकोसिस्टम का बड़ा मिलीबग लगता है। अब मुझे सच्चाई लेकर जाना पड़ेगा। मैंने काफी 10 दिन इंतजार किया कि देश इस मैनिफेस्टो में जो बुराइयां हैं उसको कोई न कोई, क्योंकि निष्पक्ष तरीके से आता है तो अच्छा है। 2006 का एक वीडियो जो वायरल हो रहा है जिसमें मनमोहन सिंह जी ने कहा है कि गरीब मुसलमानों का पहला अधिकार रिसोर्सेज पर है, ये उन्होंने साफ कहा है। आपने उसको मैनिफेस्टो में भी ये बात पॉइंट आउट की है कि ओबीसी रिजर्वेशन का जो है पार्ट लेकर वो मुसलमानों को दे देना चाहेंगे, और 2004 से 2014 के बीच में उन्होंने 4-5 बार ऐसा करने की कोशिश की भी है। अरे भाई, ये तो बड़ा इंटरेस्टिंग सवाल आपने पूछा है। जरा मेरा जवाब लंबा हो जाएगा, लेकिन देश के लिए मुझे बताना पड़ेगा। बताइए। आप कांग्रेस का इतिहास देख लीजिए। 90 के दशक से ये मांग उठी है देश में। समाज का एक बहुत बड़ा तबका है जिसको लगता था कि हमारे लिए कुछ होना चाहिए, उसके लिए आंदोलन हुए हैं। 90 से पहले कांग्रेस ने पूरी तरह इस बात को खारिज कर दिया, उसका विरोध किया, उसको दबाने की कोशिश की है। यानी 90 के पहले का उनका दशक है। फिर उनको जितनी भी कमीशन बने, जितनी कमेटियां बनाई, उसके भी रिपोर्ट्स ओबीसी के विचार के पक्ष में आने लगे। अब उनके सिफारिशों को भी वो नकारते रहे, रिजेक्ट करते रहे, दबाते रहे। 90 के दशक में उनको लगा कि भी अब इसको जरा उनकी वोट बैंक की राजनीति के अनुसार उसको टर्न दिया जाए। उन्होंने पहला पाप किया क्या, 90s के दशक में कर्नाटका में उन्होंने धर्म के आधार पर, आपको याद होगा, कर्नाटका में उन्होंने धर्म के आधार पर मुसलमानों को ओबीसी घोषित कर दिया। यानी देश के ओबीसी को नकारना, उस विचार को दबाना, उस विचार को रिजेक्ट करना, लेकिन राजनीति खातर मुसलमानों को ओबीसी घोषित कर देना। केंद्र से कांग्रेस गई, 2004 तक ये प्लान ठप रहा, उनका इरादा पक्का नहीं हुआ। 2004 में वो फिर आए, तो आते ही आंध्र में मुस्लिम को ओबीसी कोटा ये देना तय कर लिया। मामला कोर्ट में जाके उलझ गया। अब ओबीसी के 27% जो आरक्षण में मिला हुआ है, भारत की संसद ने दिया है, संविधान के मूलभूत भावना के प्रकाश में दिया है। 27% शहद लगाने की उन्होंने तैयारी कर दी, डाका डालने की कोशिश की। 2006 में नेशनल डेवलपमेंट काउंसिल की मीटिंग हुई थी, एनडीसी की। मनमोहन जी के बयान पर बहुत बड़ा हंगामा हो गया। 2 साल कांग्रेस पूरी चुप रही। 2009 के घोषणा पत्र में फिर से इसका जिक्र किया। 2011 में कैबिनेट नोट है इसका। 2011 के कैबिनेट नोट में ओबीसी के 27% हिस्सा डाका डाल करके उसमें से मुसलमानों को दे देना उन्होंने तय किया जी। 2012 यूपी चुनाव में भी उन्होंने इसकी एक असफल कोशिश की, फायदा नहीं हुआ। 2012 आंध्र हाईकोर्ट ने इसको रिजेक्ट कर दिया, रद्द कर दिया, कानूनी जजमेंट आ गया। एससी में गए, सुप्रीम कोर्ट में गए, वहां भी उनको कोई रिलीफ नहीं मिला। 2014 के घोषणा पत्र में भी धर्म के आधार पर आरक्षण की बात कही है, जबकि हिंदुस्तान का संविधान जब बना तब तो कोई आरएसएस वाले, बीजेपी वाले संविधान सभा में नहीं थे। बाबा साहब आम्बेडकर जैसे लोग बैठे थे, पंडित नेहरू जैसे बैठे थे, सरदार वल्लभ भाई बैठे थे, देश के कई महापुरुष बैठे थे। उन सब ने लंबे चिंतन के बाद तय किया था कि भारत जैसे देश में
धर्म के आधार पर आरक्षण नहीं दिया जा सकता। 2024 के चुनाव में आप देख रहे हैं उनका मैनिफेस्टो, और मैंने कहा इस पर पूरी तरह मुस्लिम लीग की छाप है, यानी मुस्लिम लीगी नीतियां उन्होंने अपनाना शुरू किया। अब ये जो उन्होंने स्थितियां बनाई हैं, मुझे बताइए कि देश के लोगों को ये जिस प्रकार से संविधान की धज्जियां उड़ा रहे हैं, जिस प्रकार से लोग बाबा साहब आम्बेडकर को अपमानित करते हैं, एससी एसटी के आरक्षण पर भी खतरा तलवार लटका देते हैं, ओबीसी का तो जीना मुश्किल कर देंगे। क्या मुझे देश की जनता को प्रशिक्षित करना चाहिए कि नहीं करना चाहिए? मैं सभी जो भी विद्वान लोग हैं, जो कलम के धनी हैं, जो निष्पक्ष हैं, उनका ही दायित्व बनता है कि ऐसे समय देश को वो एजुकेट करें, सही चीजें बताएं। കോൺഗ്രസുകാർ ഇന്ത്യയുടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാം പിത്രോദ പറയുന്നത് പിന്തുടർച്ചാവകാശ നികുതി വരും എന്നാണ്. അതായത് വരും തലമുറയ്ക്കായി സ്വരൂപിക്കുന്ന പണത്തിനും നികുതി കൊടുക്കേണ്ടി വരുമെന്നാണ്. BJP സർക്കാർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യ അരനൂറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ്സാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത് എന്നതിന് അവർ ആദ്യം മറുപടി പറയട്ടെ എന്നും പ്രധാനമന്ത്രി ന്യൂസ് 18 അഭിമുഖത്തിൽ പ്രതികരിച്ചു. सैम पिट्रोडा जी ने जो है इनहेरिटेंस टैक्स की बात की, जो हम लोगों की जमा पूंजी है, जब हम अपने लोग पूरा बचाते हैं अपने फैमिली के लिए, जब हम उसको अपने आने वाली जनरेशन को देंगे तो उस पर भी टैक्स लगेगा, और ये टैक्स बहुत बड़ा टैक्स हो सकता है. तो क्या आप कहेंगे कि बीजेपी अगर आएगी तो इस टैक्स को कभी नहीं लागू करेगी? भारतीय जनता पार्टी क्या करेगी, हमारे मैनिफेस्टो में साफ हमने लिख करके लाए हुए। अब उन्होंने कहीं सगुफा छोड़ दिया तो मैं भी वो झंडा लेके घूमूंगा, ये सवाल आपके मन में कैसे आ जाता है? जी, भारतीय जनता पार्टी की विचारधारा साफ है जी। हम अपनी विचारधारा के आधार पर कार्यक्रमों को लेकर के, मैनिफेस्टो को लेकर के देश के सामने जाते हैं। कृपा करके ऐसे महाशयों के विचारों को हम पर मत थोपिए भाई। मोदी जी, राहुल गांधी ने एक बात और कही है, वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे. इसी से जुड़ा सवाल है, इसीलिए मैं पूछना चाह रहा हूँ. एक नेशनल एक्सरे कराएंगे. बात सिर्फ कास्ट सेंसस की नहीं है जो कि वो करते आए हैं, उस पर भी मैं आपका मत जानना चाहूँगा, मगर बात वो कहते हैं इससे आगे है. बात कास्ट की नहीं, बात जस्टिस की है. और वो कहते हैं कि हम जो है एक सोशियो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे, और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है, और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे. इसको आप कैसे देखते हैं? सबसे पहले तो इस देश में जो लोग अपने आप को राजनीति के एक्सपर्ट मानते हैं, जो लोग देश के उतार चढ़ाव को बड़ी बारीकी से अध्ययन करते हैं, सबसे पहले उनका दायित्व है कि वो ऐसे लोगों को पूछे कि जिस परिस्थितियों का वर्णन आप कर रहे हो, अगर ये सही है तो 50, 60, 65 साल तो आपने राज किया भाई. ये मुसीबत के जो जन्मदाता आप हो, और आपने अब तक ये बर्बादी लाई क्यों? पहले उनका जवाब मांगो भाई. नंबर 1. नंबर 2, एक्सरे का मतलब क्या है जी? मतलब हर परिवार में जाना, घर घर छापा मारना. अगर किसी अनाज के डिब्बे में किसी महिला ने अपने गहने छपा के रखे हैं, उसको भी एक्सरे किया जाएगा, उनके गहने ले लिए जाएंगे, जमीनों का हिसाब किताब किया जाएगा, और फिर उसको रिडिस्ट्रीब्यूट करेंगे. ये दुनिया में एक माओवादी विचार ने सब किया हुआ है. दुनिया बर्बाद हो चुकी है. ये पूरी तरह अर्बन नक्सल उस सोच का सीधा सीधा प्रकटीकरण है. और इसलिए मैनिफेस्टो आने के 10 दिन तक बाद भी ये जो जमात आए दिन लिखापट्टी करती है ना, वो चुप रही, उनके प्रोटेक्शन में चुप रही है. तब मिलके मेरी जिम्मेवारी बन जाती है कि देश को
जगाना कि भाई देखिए आपको लूटने की ये तरकीब हो रही है। और दूसरा पार्ट है, डॉक्टर मनमोहन सिंह जी वगैरह उन्होंने हर बार कहा है कि भाई जो भी संपत्ति होगी इस पर पहला अधिकार किसका होगा। तो हिसाब किताब बहुत साफ है, वो क्या करना चाहते हैं। കർണാടകയിൽ രാഷ്ട്രീയ ലാഭത്തിനായി മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് OBC പദവി നൽകിയെന്ന് തുറന്നടിച്ച പ്രധാനമന്ത്രി. അതിനു മുമ്പ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിഷേധാത്മക സമീപനം ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടു. 2004 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ച് എത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിനും ഇതേ നയം തുടരാൻ ശ്രമിച്ചു. അത് കോടതിയിൽ വലിയ സങ്കീർണമായ വിഷയമായി മാറി. കോൺഗ്രസ് പല കാലങ്ങളിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരുവപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ജനങ്ങളും കോടതിയും പരാജയപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം SC/ST സംവരണത്തെ വരെ അട്ടിമറിക്കുന്നതാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Regarding the guarantee schemes, in Karnataka, Congress promised 5 guarantees, and they, after coming to power, they delivered that one. They, as per their promise, they are delivering that one. Now, whereas in BJP is more, in the last election, you lost there, only 66 seats you were able to win there, BJP able to win there. Now again, येडियुरप्पा जी का लीडरशिप और उसका बेटा का लीडरशिप में ज़्यादा फोकस हो रहा है. इसका वजह से थोड़ा सा बीजेपी के अंदर भी कुछ लोग नाराज भी है उधर. वो एक्चुअली आपका मन में कर्नाटका में अभी बीजेपी कितना सीट जीत सकते हैं, क्या है? नंबर 1, कर्नाटका की जनता पश्चाताप कर रही है कि हमने इतनी बड़ी गलती कर दी, इनको बिठा दिया. तो जन समर्थन हमारा कम नहीं हुआ है, जन समर्थन हमारा बढ़ा है. लेकिन इन्होंने इतने ही कम समय में सीएम कौन, अभी भी वो बात सेटल नहीं हुई है. शपथ हुआ है सीएम का, लेकिन सेटल नहीं हुआ है. अपने आप को सीएम मानने वाले लोग बहुत है उसमें. अब कानून व्यवस्था देखिए, चरमरा गई है, बम ब्लास्ट हो रहे हैं, हत्याएं हो रही हैं. आर्थिक स्थिति पूरी तरह कंगालियत की स्थिति में है. वादे तो बड़े बड़े कर दिए उन्होंने और फिर टैग लगाए, ऐसा होगा तो ये मिलेगा, वैसा होगा तो नहीं मिलेगा. मतलब आप जनता के साथ धोखा भी कर रहे हो. जब हमने कहा कि भाई हम इन लोगों को आयुष्मान कार्ड देंगे, मतलब देंगे, फिर इफ एंड बट लगा करके उसमें बेईमानी नहीं करनी चाहिए. अभी जब हमने कहा कि हम 70 साल से ऊपर के किसी भी वर्ग के व्यक्ति होंगे, इनको आयुष्मान कार्ड देंगे, मतलब देंगे. आप में ये हिम्मत होनी चाहिए. उन्होंने किसानों की जो योजना थी वो रद्द कर दी, किसान सम्मान निधि. कोई कारण नहीं है इस प्रकार से करने का. अब आप कोई सोच सकता है जब बेंगलुरु दुनिया में हमारा बहुत बड़ा देश की इज्जत बढ़ाने में बेंगलुरु का बहुत बड़ा रोल है. दुनिया में जब जाते हैं ना तो बेंगलुरु कहते ही ऐसा लगता है वो जैसा परिचित है. टैंक हब के रूप में जाना जाता था. आपने देखते ही देखते इसको टैंकर हब बना दिया और टैंकर में भी माफियाशाही चल रही है. पानी के लिए लोग तरस रहे हैं. अगर ये जो हालत उन्होंने कर दी है, अब युवाओं के स्कॉलरशिप आपने संख्या भी कर दी, अमाउंट भी कम कर दी. यानी एक के बाद एक आपने ऐसे नेगेटिव काम किए हैं. जिन मुद्दों को लेकर के वोट मांगा उन मुद्दों को आप वोट दे नहीं पा रहे हैं. अच्छा, डेप्यूटी सीएम वो अपने भाई के लिए वोट मांग रहे हैं और वो खुद सीएम बन सके इसलिए सब खेल खेल रहे हैं. वो सीएम से हटे इसके लिए भी खेल खेले जा रहे हैं. जहां तक भारतीय जनता पार्टी का सवाल है, हम टीम स्पिरिट से काम करने वाले लोग हैं. भले मेरी टीम ने मोदी को आगे किया, लेकिन मेरी पूरी टीम काम कर रही है जी. उसी प्रकार से येडियुरप्पा जी हमारे वरिष्ठ नेता हैं, लेकिन काम पूरी टीम कर रही है और टीम मेहनत करती है, लोगों को विश्वास भी है और हम आगे बढ़ रहे हैं. आपने जो है राजस्थान में एक रैली में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया.
आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ഇടവേള. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും. 3 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല. ED നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. CPIMന്റെ ഏരിയ കമ്മിറ്റികൾ അടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പ് തിരക്ക് എന്നായിരുന്നു വർഗീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇന്ന് എപ്പോൾ ഹാജരാകും എന്നതിൽ വ്യക്തതയുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ് 10 മണിയോടെ ഹാജരാകാനാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ സമയം, തെരഞ്ഞെടുപ്പ് സമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നത്. ഇത് 6ാം തവണയാണ് ഇന്ന് ഹാജരാകുകയാണെങ്കിൽ 6ാം തവണയാണ് EDക്ക് മുന്നിലേക്ക് എത്തുന്നത്. പ്രധാനമായും തന്നെയും പാർട്ടിയുടെ തൃശൂരിലെ ഈ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കൃത്യമായ വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ കൃത്യമായ ഒരു വിവരങ്ങൾ ഓരോ ഏരിയ കമ്മിറ്റികളടക്കം സൂക്ഷിച്ചിട്ടുള്ള അവരുടെ ഈ അക്കൗണ്ട് സംബന്ധിയായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി EDക്ക് നൽകണമെന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ അക്കൗണ്ടുകളിലൂടെ നടന്നിരിക്കുന്ന ഇടപാടുകൾ, പണയിടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിച്ചു വരികയാണ്. ഏരിയ കമ്മിറ്റികളുടെ അടക്കമുള്ള കാര്യങ്ങൾ, ചില അക്കൗണ്ടുകൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് ED അത് കാണുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അവസാനവട്ടം EDക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഇത്തരം വിവരങ്ങൾ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം നൽകിയ നോട്ടീസിനോട് MM വർഗീസ് പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹം ഇതിന് പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന ഒരു രീതിയായിരുന്നു ED അനുവർത്തിച്ചത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം എത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇന്ന് EDക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്തുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യ വിവാദത്തിൽ വിശദീകരണവുമായി സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടറും SYS സംസ്ഥാന സെക്രട്ടറിയുമായി ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുൻകാലങ്ങളിൽ LDFന്റെ പരസ്യത്തിന്റെ കൂടെ UDFന്റെ പരസ്യവും നൽകാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല. പരസ്യമുണ്ട് എന്നറിയിച്ച ശേഷം UDF നൽകാതിരിക്കുകയായിരുന്നു. അതാണ് തെറ്റിദ്ധാരണയുണ്ടാകാൻ കാരണം. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിച്ച് നിർത്തുകയെന്ന ശത്രുവിൻ്റെ ചതിക്കുഴിയിൽ സമസ്ത ലീഗ് പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കണം എന്നും FB പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CV അനുമോദിൻ്റെ റിപ്പോർട്ടിലേക്ക്. റൈറ്റ്, അനുമോദ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. അനുമോദ്, ഈ തരത്തിൽ, അതായത് LDFനൊപ്പമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നല്ലോ നേരത്തെ ഉയർന്നു വന്നത്. അതിൽ കൃത്യമായൊരു വിശദീകരണമാണോ ഇപ്പോൾ മാനേജ്മെൻറ്റ് നൽകുന്നത്? തീർച്ചയായും ഇത് സുപ്രഭാതം മാനേജ്മെന്റിന്റെ വിശദീകരണമായിട്ട് തന്നെ വേണം കാണുവാൻ. കാരണം LDFന്റെ പരസ്യം സുപ്രഭാതത്തിൽ തുടർച്ചയായി വരുന്നതും ലീഗ് പ്രവർത്തകർ സുപ്രഭാതം കത്തിച്ചതും തുടർന്ന് അത് രാഷ്ട്രീയ ചർച്ചയായതും പ്രചരണത്തിന് വിഷയമായതും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിന്റെ എല്ലാം ഒരു കൃത്യമായ മറുപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള മറുപടിയായിട്ടാണ് ഹമീദ് ഫൈസിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് LDFന്റെ പരസ്യമുണ്ട് എന്ന് UDFനെ അറിയിച്ചിട്ടുമുണ്ട്. അവർ പക്ഷേ അതിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിരുന്നില്ല. പരസ്യത്തിന് സ്ഥലം മാറ്റിയിട്ടിട്ട് പോലും UDFന്റെ പരസ്യം തന്നിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് പരസ്യം തന്നു എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു പത്രം എന്ന നിലയിൽ ഇതിന് മുന്നോട്ട് പോകുവാൻ ഇത്തരം പരസ്യങ്ങൾ ആവശ്യമാണെന്നും ഇതിൽ ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളില്ലെന്നും കൃത്യമായ ഒരു പത്ര മാനേജ്മെന്റ് എങ്ങനെയാണോ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സുപ്രഭാതം ഈ ഒരു പരസ്യത്തിന്റെ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളതെന്നും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കാണേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് UDFന്റെ പരസ്യം മാത്രമേ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കാനാകൂ എന്ന് സങ്കല്പിക്കുക. മുസ്ലിം ലീഗ് UDFിലാകുമ്പോൾ ഇത് നടക്കും, ശരിയാണ്. പക്ഷേ ഒരു നാൾ ലീഗിനെ മുന്നണി വിട്ട് LDFിൽ പോകേണ്ടി വന്നാൽ പോയാലോ
എന്നാൽ അപ്പോൾ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അതായത് പത്രത്തിൻ്റെ നിലപാട് രാഷ്ട്രീയമായിട്ടുള്ള ചായ്വിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് അത് പത്രത്തിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പിൻ്റെ നിലപാട് കൂടിയാണ്. LDF-നും UDF-നും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത്. പക്ഷേ LDF ആണ് കൂടുതൽ പരസ്യം തന്നത്. UDF-നെ ഇത് അറിയിച്ചിട്ടും അവർ പരസ്യം തരാൻ സന്നദ്ധരായില്ല LDF-ൻ്റെ അത്ര. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്ന വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അവസാനം പറയുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ നീതി നിഷേധത്തിനെതിരെ നിരവധി ലേഖനങ്ങളും എഡിറ്റോറിയലും സുപ്രഭാതം കുറിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ ചെന്നൈ സമ്മേളനത്തോടനുബന്ധിച്ച് 16 പേജാണ് സുപ്രഭാതം ലീഗിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പുറത്തിറക്കിയത്. സുപ്രഭാതം ഒരിക്കലും CPM-ൻ്റെ ഒരു സമ്മേളനത്തെക്കുറിച്ച് അത്തരത്തിലൊരു സ്പെഷ്യൽ പുറത്തിറക്കിയിട്ടില്ല. അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എപ്പോഴും ചർച്ചയാവുകയും അത് സ്വാധീനം ചെലുത്തുകയും സർക്കാരിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അത് ചന്ദ്രികയിൽ കൊടുക്കുന്നത് പോലെയല്ല. അത്തരത്തിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന LDF-ന്റെ പരസ്യത്തെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ലെന്നും മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും അവരെ ഭിന്നിപ്പിച്ച് രണ്ടാക്കാം എന്ന ചിലരുടെ ചതിക്കുഴിയിൽ ഈ പ്രവർത്തകരും വീഴാതെ ശ്രദ്ധിക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതുതന്നെയാണെങ്കിലും ഇതിലൊരു മാനേജ്മെൻറ്റ് ഭാഗത്തുള്ള വിശദീകരണമായിട്ട് തന്നെ വേണം ഇതിനെ കാരണം ഹമീദ് ഫൈസി അമലക്കടവ് നമുക്കറിയാം, അദ്ദേഹം ഇടതുപക്ഷ നിലപാടിനോട് പരസ്യമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം ലീഗിനോട് ചായ്വ് പുലർത്തി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണമായിട്ടല്ല, മറിച്ച് പത്രത്തിൻ്റെ ഒരു നിലപാടായിട്ട് തന്നെ വേണം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുവാൻ. സുപ്രഭാതത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വിശദീകരണം. കൊടുംചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട് കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ഇപ്പോൾ ചൂട്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വെള്ളം കരുതാതെ ഒരു കാരണവശാലും പുറത്തു പോകാനാവാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, AC ഇല്ലാതെ, അതായത് എയർ കണ്ടീഷൻ ഇല്ലാതെ ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇടവിട്ട് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നത് കാരണം പലപ്പോഴും രാത്രികളിലൊക്കെ ആളുകൾ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പാലക്കാട് മാത്രമല്ല, മറ്റ് സമീപ ജില്ലകളിലെല്ലാം തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കടുത്ത ഉഷ്ണതരംഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇതുപോലെ തന്നെ സൂര്യാഘാതമേറ്റ് പാലക്കാട് മരിച്ചിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നിർജ്ജലീകരണം മൂലം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് മരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്നവർക്ക് വലിയ തോതിൽ തന്നെ ഈ സൂര്യാഘാതമേറ്റ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് രാത്രികളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി, കഴിഞ്ഞ 2-3 ദിവസമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. മുമ്പൊരിക്കൽ 43.7 എന്ന രീതിയിലേക്ക് ഉഷ്ണം ഇത് വന്നിരുന്നു, അതിൻ്റെ കണക്ക് വന്നിരുന്നു. 43.7 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൂടിയിരുന്നു. ഇതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ള, പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് പാലക്കാട്. പക്ഷേ ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കൃത്യമായി തന്നെ ഈ ജില്ലാ ഭരണകൂടം പറയുന്ന മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകളും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ ഇടമഴ ലഭിക്കാതെ, അതായത് കൃത്യമായ ശക്തമായ വേനൽമഴ അടുത്ത 2-3 ദിവസം തുടർച്ചയായി ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് കൂടുതൽ താപത്തിലേക്ക് പോകും, കൂടുതൽ ചുട്ടുപൊള്ളും. ഇപ്പോൾ തന്നെ മണ്ണ് വേവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആളുകൾക്കൊരു 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഒരു 3-4 മണി വരെ ഈ ഒരു അവസ്ഥ തുടരും. രാത്രിയിൽ പോലും 30 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും താപം വർദ്ധിക്കും. ഒപ്പം തന്നെ അത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം കുഴഞ്ഞു വീണ് 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചതുമായി ഈ കടുത്ത ഉഷ്ണവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. അതായത് കാലാവസ്ഥാ വിദഗ്ധരും ഉൾപ്പെടെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പാലക്കാട് ജില്ലയിൽ കുറയാനൊരു പ്രധാന കാരണവും ഇത്തരത്തിലുള്ള കടുത്ത ഉഷ്ണം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ, 1 മണിക്കൂറെങ്കിലും ശക്തമായൊരു മഴ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും പാലക്കാട്ടെ ജനത പോവുക.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായിരുന്നു. അയാൾ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ആണ് മരിച്ചത്. വള്ളത്തിൽ ഉണ്ടായിരുന്ന മറ്റ് 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധയുണ്ടായ 31-കാരി ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനയാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് ഷിബിനയുടെ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അതേസമയം പ്രസവത്തിന് മുമ്പേ അണുബാധ ഉണ്ടായിരുന്നതായും ഹൃദയാഘാതമാണ് മരണകാരണമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. മാർച്ച് 26-നാണ് ഷിബിന വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവിക്കുന്നത്. തുടർന്ന് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഷിബിനയെ വിട്ടയച്ചതായി കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മാർച്ച് 30-ന് അസഹനീയമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വീണ്ടും ആശുപത്രിയിലെത്തി. അപ്പോഴും അധികൃതർ വേണ്ടത്ര ഗൗരവം കാട്ടിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കരളിന് ഉൾപ്പെടെ അണുബാധ ബാധിച്ചതിനാൽ ഡയാലിസിസ് അടക്കം ആരംഭിച്ചിരുന്നു. ആരോഗ്യത്തോടുകൂടി BP ഷുഗർ ഒരു പ്രശ്നമില്ല. 21-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 22, 23, 24, 25 ഒക്കെ കുഴപ്പമില്ല. യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. ആ യൂറിനറി ഇൻഫെക്ഷന് അവർ മരുന്ന് കൊടുത്തപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. കൾച്ചർ ചെയ്തതിന്റെ റിസൾട്ടിൽ അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അതിന്റെ കൂടെ ഈ ബാക്ടീരിയയും കൂടെ കയറിയപ്പം അത് രണ്ടും കൂടെ ഇതായതാണെന്ന് തോന്നുന്നു. ഡയാലിസിസ് ചെയ്തു, PD ചെയ്തു. അവർക്ക് 29-ാം തീയതി 30-ാം തീയതി PD ചെയ്തു. PD ചെയ്തപ്പോൾ BP ഡൗൺ ആയി. അതിനുശേഷം 3 ദിവസം PD കണ്ടിന്യൂ ചെയ്തു. അണുബാധയാണ്, ക്ലെപ്സീലിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കയറിയിരിക്കുന്നത്. ഈ അണുബാധ എങ്ങനെ വന്നെന്ന് അവർക്കറിയത്തില്ല. ഷിബിനയുടെ രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നു. പ്രസവത്തിന് മുൻപേ ഇതുണ്ടായിരുന്നു എന്നതാണ് അധികൃതരുടെ വാദം. എന്നാൽ പ്രസവത്തിന് മുമ്പുള്ള രക്തപരിശോധനകളിലൊന്നും അണുബാധ കണ്ടെത്തിയിരുന്നില്ല എന്നത് ബന്ധുക്കളുടെ ആരോപണത്തിന് ശക്തി പകരുന്നു. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഷിബിന ഇന്ന് മരണപ്പെടുകയായിരുന്നു. മരണവിവരം അറിഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് ആശുപത്രിയിലുണ്ടായത്. അതേസമയം പ്രസവത്തിന് 3 ദിവസം മുമ്പ് തന്നെ രോഗിക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരുന്നുവെന്നും ചികിത്സയിലൂടെ മെച്ചപ്പെട്ട ശേഷം 2 തവണ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം പറഞ്ഞു. സംഭവത്തിൽ പോലീസും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം. കാട്ടുകൊമ്പൻ കൃഷിയിടത്തിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങൾ ആണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൃഷിയും തൊഴിലുറപ്പ് ജോലിയുമൊക്കെ ആശ്രയിച്ച് കഴിയുന്ന മാങ്കുളത്തെ ജനങ്ങൾക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ്. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. आपने जो है राजस्थान में एक रैली में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया. आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं. ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं. क्या ये थ्रेट इतना रियल है? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ മാധ്യമക്കാർ